അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്തായാലും തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ SDPI വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് ഇന്ന് തെളിവുകൾ സഹിതം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് SDPIയുടെ പ്രതിനിധി പറഞ്ഞു അതിൽ വലിയ കാര്യമൊന്നുമില്ല, യാദൃച്ഛികമായി പലരെയും കണ്ടുമുട്ടും. കോൺഗ്രസിൻ്റെ വക്താവ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ കൃത്യമായിട്ട് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങോട്ട് വോട്ട് നൽകാം എന്ന് ഉറപ്പിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നു. പക്ഷേ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ പറയുന്നു. എന്തായാലും അപകടകരമായ ഒരു രാഷ്ട്രീയം അതല്ലേ കേരളത്തിൽ നിലവിലുള്ളത്? പാലക്കാട് നിന്ന് പഠിക്കേണ്ടത് എന്താണ്? താങ്കൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. അതിനു മുമ്പ് എനിക്ക് വളരെ സഹതാപത്തോടുകൂടി, സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന അഭിഭാഷകനായ രാം കുമാർ സാറിനോട് ഖേദപൂർവ്വം പറയട്ടെ, സാർ, കടുത്ത ക്രൂരരായ ചെകുത്താന്മാരോട് സാർ വേദമോദിയിട്ട് എന്ത് കാര്യം? ആരാണ് SDPI? SDPI ആരാണെന്ന് 3 ദിവസം മുമ്പ് പിണറായി വിജയൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. SDPയുമായി കൂട്ടുകൂടി, SDPയുമായി ഇവിടെ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിലും ഒക്കെ കൂട്ടുകൂടിയവരാണ്. ആ പിണറായി വിജയൻ്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വരി രാജ്യവിരുദ്ധരായ ഈ SDPയുമായി കൂട്ടുകൂടുന്നത് കോൺഗ്രസ് ശരിയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഇന്നലെ വരെ കൂട്ടുകൂടിയവൻ, കൂടെ കിടന്നവനല്ലേ പനി അറിയുള്ളൂ, രാപ്പനി അറിയുള്ളൂ. ആ പിണറായി വിജയൻ പറയുന്നു ഈ ക്ഷുദ്രജീവികളാണ്, രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. ആരാണ് SDPI? ഭിന്ദ്രൻമാല ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്നത് പോലെ ഭിന്ദ്രൻമാല ഇന്ത്യയെ തുണ്ടുതുണ്ടായി മുറിക്കണമെന്ന് ആഗ്രഹിക്കുക ഭിന്ദ്രൻവാല ഭാരതമാതാ കി ജയ് എന്ന് പറയുന്നത് പോലെയാണ് SDPIയുടെ മതേതരത്വ വാഗ്ദാനം. എന്തിനു പറയുന്നു? ഞാൻ കൂടുതൽ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. 1921 കത്തി ഞങ്ങൾ ഉറയിൽ ഇട്ടിട്ടില്ല. 1921 കത്തി എന്ന് പറയുന്നത്, വാളെന്ന് പറയുന്നത് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതാണ്. അത് ചരിത്രമാണ്. അത് BJP പറയുന്നതല്ല, അത് RSS പറയുന്നതല്ല. 1921 RSSും BJPയും ഇന്ത്യയിലില്ല. ആ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. എത്രയോ കോൺഗ്രസ്സുകാരുടെ, തലമുതിർന്ന ഒന്നാം തരം കോൺഗ്രസ്സുകാരുടെ, ഇന്നത്തെ കോൺഗ്രസ്സുകാരല്ല, SDPയുമായി കൂട്ടുകൂടി, ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി രാജ്യത്തെ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ് അല്ല. ഗോപാലകൃഷ്ണന്റെ പ്രസംഗം കേൾക്കാനല്ല. അല്ല, അത് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക്. മിസ്റ്റർ ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല. ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. അല്ല, ഞങ്ങൾ ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നവരല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, അതിന് മറുപടി പറയും. അതിന് ചോദ്യം ചോദിക്കും, മറുപടി പറയട്ടെ. ഈ ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്? അദ്ദേഹം പറയാനുള്ള പറയട്ടെ, അതിന് മറുപടി പറയണം താങ്കൾ. അദ്ദേഹം പറയട്ടെ. ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ വിളിച്ചിരുത്തിയിരിക്കുന്നത്? താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ? അൻസാരി, താങ്കൾക്ക് താല്പര്യം? ഇവിടുത്തെ ചാനൽ ഡിബേറ്റ് എന്താണ്? ആ വിഷയത്തിൽ ഊന്നി ചോദ്യം ചോദിക്കൂ. മറുപടി പറയട്ടെ അദ്ദേഹം. അതിന് മറുപടി പറയാണ്. താങ്കളൊന്ന് ക്ഷമിക്കുക. താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ? മറുപടി അല്ല പറയുന്നത്. മറുപടി അല്ല പറയുന്നത്. താങ്കൾ തടസ്സപ്പെടുത്താതെ അദ്ദേഹം പറയട്ടെ. സമയം അപഹരിക്കാതെ ദയവ് ചെയ്ത് സഹകരിക്കുക. അദ്ദേഹം പറയുന്നത് പറയട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ, തുടരാം. ഞാനൊരു കാര്യം വളരെ കൃത്യമായി ഒന്നുകൂടെ ഊന്നി പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിച്ച മറുപടിയിലേക്കാണ് വരുന്നത്. പക്ഷെ മറുപടി പറയുന്നതിന് മുമ്പ് എന്നെ തടസ്സപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഇല്ലാതാക്കേണ്ട ശ്രമമില്ല. ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിരുന്ന ആളാണ്. അതിൻ്റെ പേരാണ് സഹിഷ്ണുത. സഹിഷ്ണുത ഇല്ല എന്നുള്ളതാണ് ഇത്തരം സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സംഘടനകളുടെ സമീപനം തന്നെ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വന്ന കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1921 ഹിന്ദുക്കളെ സാറിന്
സാർ നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാനൊന്ന് പറഞ്ഞ തടസ്സപ്പെടുത്താതെ താങ്കളൊന്ന് ഒരു സെക്കൻഡ് വേണ്ടി സമാപനത്തിൽ ഇരുന്നിട്ട് താങ്കൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. താങ്കൾ ഒന്ന് സംസാരിക്കട്ടെ, ഇതൊരു ചർച്ചയല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ, താങ്കളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇത്ര നേരം താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയൂ, എനിക്ക് വിരോധമില്ല. അപ്പോൾ അങ്ങനെയുള്ള SDPI, ആ SDPI ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഈ രാജ്യത്തെ താലിബാൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളായ രാജ്യദ്രോഹികളായ SDPIയെ ദേശസ്നേഹികളുടെയും രാജ്യസ്നേഹികളുടെയും പ്രസ്ഥാനമായ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ജനം ചാനലിൽ വിളിച്ചിരുത്തിയത് ഞങ്ങളെപ്പോലെയുള്ള ദേശസ്നേഹികളെ രാജ്യസ്നേഹികളെ അപമാനിക്കലാണ് എന്ന് ജനം ചാനലിൻ്റെ ചുമതലക്കാരനായ അനിൽ നമ്പ്യാരോടാണ് എനിക്ക് പറയാനുള്ളത്, SDPIക്കാരനോടല്ല. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഒന്നും കൂടി പറയുന്നു, താങ്കളുടെ ചോദ്യം എന്താ? പാലക്കാട് ഈ രാജ്യദ്രോഹികളായ ആളുകൾ കോൺഗ്രസുമായി ചേർന്നു വന്ന ഈ രാജ്യദ്രോഹികളെ ഈ ചർച്ചയിൽ വിളിച്ചിരുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസ്നേഹി എന്ന നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രാജ്യദ്രോഹികളെ വിളിക്കാതിരിക്കുക ഈ ചാനലിലെങ്കിലും. എനിക്ക് നാണക്കേടാണ് ഈ ചാനലിൽ ഇന്ന് ഇയാളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നു, ഈ ചർച്ച ഞാൻ നിർത്തുന്നു. നമസ്കാരം. യെസ് വളരെയധികം നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ.